welcome back to my YouTube channel. So in this video I'm going to talk about my OSCE preparation. So എൻ്റെ OSCE June 6th ആയിരുന്നു. OSCE പ്രിപ്പറേഷൻ ഞാൻ ചെയ്തത് NAIയുടെ കൂടെയായിരുന്നു. NAI എന്ന് പറഞ്ഞാൽ നഴ്സ് അസിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർക്ക് NCLEXും OSCE ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ആണ് OSCEക്ക് പ്രിപ്പയർ ചെയ്തത്. അവരുടെ ഫേസ് ടു ഫേസ് സെക്ഷൻ ഉണ്ട്, 5 day സെക്ഷൻസ് ഉണ്ട്. ഐ അറ്റൻഡ് 2 times ഫേസ് ടു ഫേസ്. നമുക്ക് എത്ര വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ പാസ്സാകുന്നതിന് വരെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ റിന്യൂ ചെയ്യാനൊന്നും വേണ്ട. പാസ്സാവുന്നതിന് വരെ നമുക്ക് അവരുടെ എല്ലാ ഫെസിലിറ്റീസും അവൈൽ ചെയ്യാം. അതിൻ്റെ അമർത്തിരിക്കുന്നത് ജോർജി സാറും പ്രീതി മാമും. അവർ നഴ്സ് എഡ്യൂക്കേറ്റർ ആണ്, പ്ലസ് വർക്കിംഗ് ആണ്. അപ്പോൾ ദേ ഹാവ് the latest up-to-date information about what is happening in Australia എന്നുള്ള ഒരു അറിയുന്ന ആൾക്കാരാണ്. So they can guide us properly when it comes to OSCE examination. And OSCE examination is really about the Australian standards. And അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 days ഫേസ് ടു ഫേസ് സെക്ഷൻ ഉണ്ട്. അവർ നമ്മളെ കുറച്ച് ഈ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിപ്പിക്കും. ഇപ്പോൾ ഞാനിവിടെ NCLEX എഴുതുന്ന സമയത്ത് ഐ വാസ് തിങ്കിങ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഐ വാസ് തിങ്കിങ് ആൻഡ് ഐ വാസ് ടെല്ലിങ് മൈ മദർ കേട്ടോ, NCLEX ഇച്ചിരി പാടാണ്, കാരണം അത് മൊത്തം തിയറി ആണല്ലോ. പക്ഷെ OSCE എളുപ്പമായിരിക്കും, കാരണം അത് പ്രൊസീജിയർ അല്ലേ, ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് ഞാൻ പറയായിരുന്നു. പക്ഷെ NCLEX കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ OSCEനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ ഇതെന്താണേലും. അപ്പോൾ എല്ലാവരുടെയും ഓരോരുത്തർ ചെയ്ത് എക്സാം എഴുതിയവരുടെയൊക്കെ റെസ്പോൺസ് ഒക്കെ അറിയുമ്പോൾ നമുക്കറിയാമല്ലോ, മീൻസ് ഇത് ടഫാണോ എങ്ങനെയാന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്, ഓക്കെ നമുക്ക് എന്താണേലും ഹെൽപ്പ് വേണം, ഒറ്റയ്ക്ക് ഇത് ചെയ്ത് OSCE പാസ്സാവാൻ പറ്റത്തില്ല. OSCEനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി റിയലി ഹാവ് ടു സ്പെൻഡ് ടൈം സ്റ്റഡിയിങ് ദ പ്രൊസീജിയേഴ്സ്. നമ്മൾക്കിപ്പോൾ എത്ര അറിയാവുന്ന പ്രൊസീജിയർ ആണെങ്കിലും, ഇപ്പോൾ ഹാൻഡ് വാഷ് നമുക്ക് എത്ര ഇപ്പോൾ അറിയാമെങ്കിലും there is a way and beauty of doing it. അപ്പോൾ അത് നമ്മൾ നോക്കണം. എൻ്റെ OSCE പ്രിപ്പറേഷനിൽ ഞാൻ NAI ആയിട്ട് 2 ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്തു. 1 ഏപ്രിലും 1 മെയിലും ഞാൻ അറ്റൻഡ് ചെയ്തു. ജൂണിലായിരുന്നു എൻ്റെ എക്സാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലാബിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിനൊരു ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ. NAI ആണെങ്കിലും അവർക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ലാബിൽ പോകാനും പ്രാക്ടീസ് ചെയ്യാനും. പിന്നെ മേക്ക് ഫ്രണ്ട്സ് ഓവർ ദേ. ഓക്കെ, അതാണ് മെയിൻ കാര്യം. മീൻസ് ഒരു നല്ല ഫ്രണ്ട്, നമ്മുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട്. Make sure you do practice with someone who point out your mistakes. അപ്പോൾ മാത്രമാണ് നമുക്ക് OSCEയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ OSCEയുടെ പ്രിപ്പറേഷനിൽ വന്നിട്ട് NAIയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ നമുക്കൊരു ഇതുപോലെ ഒരു ഫയൽ തരും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ തരും. പിന്നെ അവർക്ക് 5 days ഫേസ് ടു ഫേസ് സെക്ഷൻ ഉണ്ട്. അതിനുശേഷം അവർക്ക് അതിനു മുമ്പ് അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ റെക്കോർഡഡ് സെക്ഷൻസ് ആയിരിക്കും, അല്ലാതെ ലൈവ് സെക്ഷൻസും ഉണ്ട്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്യുക. പിന്നെ ഫേസ് ടു ഫേസ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാബിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നത്. സോ 24 hours ആക്സസ് ഉണ്ട് ലാബിൽ, നമുക്ക് എപ്പോൾ വേണേലും പോയി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പാർട്ട്ണർ. അതിപ്പോൾ ഏത് കൺട്രി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ NAIയിൽ വന്നിട്ട് കൂടുതലും ഫിലിപ്പിനോസും നേപ്പാളീസും ഒക്കെയാണ്, പിന്നെ വേറെ കൺട്രീസൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷേ എല്ലാവരും ഈവൻ ഇന്ത്യൻസ് ആണെങ്കിൽ തന്നെ എൻ്റെ ബാച്ചിലും ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്ത്യൻസിനേക്കാളും ഞാൻ ക്ലോസ് ആയത് നേപ്പാളി ഗേൾസിൻ്റെ കൂടെയായിരുന്നു. ഈവൻ ഫിലിപ്പിനോ ഗേൾസ് വേർ ലൈക്ക് ക്ലോസ് ടു മീ. ബട്ട് ഇന്ത്യൻസ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ മിണ്ടാനൊരു മടിയും ചിരിക്കാനൊരു മടിയൊക്കെ ഉള്ളത് ഇന്ത്യൻസിനായിരുന്നു കേട്ടോ. അത് ശരിക്കും ഒരു സത്യമാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തത് നേപ്പാളി ഗേൾസിൻ്റെ കൂടെയായിരുന്നു. പിന്നെ നല്ലൊരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലണ്ടർ ചെയ്താലും ചിലപ്പം അവർ പറയും ഇറ്റ്സ് ഓക്കെ, യു ഡിഡ് ഗുഡ് എന്ന് പറയും. അങ്ങനെ പറയുന്നവർ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് യു ഡിഡ്ന്റ് ഡു ദിസ് വൺ എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ഒരു ഹാൻഡ് ഹൈജീനോ അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് അസസ്മെന്റോ ഒക്കെ ആണെങ്കിൽ യു ഡിഡ്ന്റ് ഡു ദിസ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഫ്രണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന, നമ്മുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ. അപ്പോഴാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവര് NAIയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തൊക്കെ ബ്ലണ്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ടീച്ചേഴ്സ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ പിന്നെ അവർ നമുക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ്, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്.
സോ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വാലിൽ തീ പിടിച്ച പോലെ നമ്മൾ ഓടി പഠിക്കും. അപ്പോൾ ഞാൻ ഈവനിങ് ബാച്ചായിരുന്നു, ഈവനിങ്ങിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 15 days I used to come home at like 11 o'clock in the night. അങ്ങനെയായിരുന്നു ഈവനിങ് പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വേറെ ഇത് എല്ലാ പ്രൊസീജിയേഴ്സും ഇപ്പോൾ 10 ഓസ്കിയുടെ ഇതറിയാലോ, 10 സ്റ്റേഷൻസ് ആണുള്ളത്. 10 സ്റ്റേഷൻസിൽ 10 പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവർ തന്നെ കുറേ ഓപ്ഷൻസ് ഈ ഓസ്കിയുടെ ബുക്ക്ലെറ്റ്, ആപ്രയുടെ ബുക്ക്ലെറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അവർ ചോദിക്കാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഈ ഓസ്കി ബുക്ക്ലെറ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ആപ്രയുടെ തന്നെ ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വേണ്ടതെന്ന്. റിസ്ക് മാനേജ്മെന്റ് ഇൻ എ ക്ലിനിക്കൽ എൻവയോൺമെന്റ്, IV തെറാപ്പി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ്, hand hygiene, therapeutic patient communication, wound care, medication administration, safe disposal of shafts, in-hospital resuscitation, non-touch technique, aseptic non-touch technique, subcutaneous or IM injections, calculation of drug doses, vital signs and physiological observations. So ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ വൂണ്ട് കെയർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ വേറെ IV സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കണം. എന്ത് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സാധാരണ എക്സാമിന് പോകുന്ന പോലെ തന്നെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇംപ്രവൈസ് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ആവണം. പിന്നെ ഹാൻഡ് ഹൈജീനും പേഷ്യൻ്റ് ഐഡന്റിഫിക്കേഷനും ഒക്കെ നമ്മൾ എല്ലാ പ്രൊസീജിയറിനും എല്ലായിടത്തും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ മോണിറ്റർ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഓസ്കിയുടെ നമുക്ക് ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എക്സാം നമുക്ക് ആക്ച്വലി പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. So if you give a valid reason, then you can postpone your OSCE examination. Okay, മെഡിക്കൽ റീസൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ പേ അവർ റീഫണ്ട് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ ഈ ഓസ്കി ഇതിൻ്റെ പേപ്പറിൽ ആക്ച്വലി അവരുടെ എക്സാം സെൻറ്ററിൻ്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റേഷൻസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഈ ആപ്രയുടെ ബുക്ക്ലെറ്റിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ബുക്ക്ലെറ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും, അവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവർ നമുക്കൊരു നോട്ട് പാഡ് തരും അകത്ത് ചെല്ലുമ്പോൾ എഴുതാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ആപ്ര ഹാൻഡ് ബുക്കിലുണ്ട്. ഇത് ആപ്ര തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഐ ഹോപ്പ് ഐ ഡോണ്ട് ഗെറ്റ് എനി കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിക്കുന്നു, കാരണം ഇത് ഓൾറെഡി ഇവരുടെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻസ് ആണ്. പിന്നെ എക്സാമിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മുടിയൊക്കെ ഇങ്ങനെ പതിച്ച് ചീവി ഇങ്ങനെ ഫ്ലൈ അവേസ് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് മിടുക്കിയായിട്ട് പോവുക. പിന്നെ സ്ക്രബ്സ് വേണം, ബ്ലാക്ക് ഷൂസ് വേണം. പിന്നെ യു ഷുഡ് സ്മെൽ നൈസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെയും അവർ ചെക്ക് ചെയ്യും. നെയിൽ പോളിഷ് ഒന്നും പറ്റത്തില്ല. ആക്ച്വലി അവരുടെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രബ്സ് വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക എക്സാമിന്. പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മൾ എത്ര പഠിച്ചാലും ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം ഇപ്പം നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മുടെ കൈ കുറേ സ്ലിപ്പറി ആയിപ്പോവും. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈവൻ ഒരു പെൻ പിടിച്ചാലും അത് കൈ ചിലപ്പോൾ സ്ലിപ്പറി ആയിട്ട് പെൻ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോവും. അപ്പോൾ എനിക്ക് അങ്ങനെ വന്നതാണ്. എൻ്റെ കൈയിന് കുറേ സാനിറ്റൈസേഷൻ, ഇപ്പോൾ 10 സ്റ്റേഷനിൽ സാനിറ്റൈസ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേന് ഫുള്ള് ജെല്ലി കൺസിസ്റ്റൻസി, ഇങ്ങനെ കൈ ആകെ അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പേനയൊക്കെ പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു എൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വി ഷുഡ് ബി പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് ആൻഡ് just pray and do your exam. So for me, by God's grace, really with all the prayers of everyone, I pass OSCE, and I'm just giving you heads up and what to expect. And if you really want to practice with NAI, it's a good option. Like even inside or outside Australia ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് NAI എന്ന് പറയുന്നത്. ഒരു കാര്യം what I noticed is like they are, if you have any queries, you can just message them directly and they will be replying to you.
ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ വേറെ ഒരു പ്രിപ്പറേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കത്തില്ല കോൺടാക്ട്. ഇത് വന്നിട്ട് ഇവരുടെ അടുത്ത് ഡയറക്റ്റ്. അപ്പോൾ പ്രീതി മാമും ജോജി സാർ ഗീത മാം ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് യു ജസ്റ്റ് മെസ്സേജ് ദം ദേ വിൽ ബി റിപ്ലൈയിങ് ബാക്ക് ടു യു ലൈക്ക് വിത്ത് ദ പ്രോപ്പർ ആൻസർ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം അതാണല്ലോ ആവശ്യം, നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. ആ സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സാമിൻ്റെ തലേദിവസമായിരിക്കും നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരുന്നത്. അയ്യോ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ ഇവർക്ക് മെസ്സേജ് ചെയ്യാൻ ഇവർക്ക് അതിന് റിപ്ലൈ ഉണ്ട്, ഇവരത് ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ തരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NAI എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്കി പ്രിപ്പറേഷനിൽ റെഡി ആവുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ അത്ര കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗെറ്റ് ഹെൽപ്പ് ഫ്രം എ ഏജൻസി. ആൻഡ് NAI ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ദേ വിൽ ബി ഹെൽപ്ഫുൾ. ഇവരുടെ ലാബ് സെറ്റിങ്സ് ഉണ്ട്, സോ ലാബിൽ പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഒക്കെ ഇവർ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്പ് someone who is in need. So all the best for your OSCE. Thank you.